കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നതിൽ ആശങ്ക. രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം 97 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഒരുപക്ഷെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്കാണ് ജില്ലയിലെ സാഹചര്യം വഴിമാറുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ രോഗവ്യാപനം അതിരൂക്ഷമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞപ്പിത്ത വ്യാപനം കോഴിക്കോട് ജില്ലയിൽ വലിയൊരു രീതിയിൽ തന്നെ വ്യാപിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേനൽക്കാലം, അതോടൊപ്പം തന്നെ പെയ്യുന്ന മഴ, ഇതൊക്കെ തന്നെയും മാറി മാറി വരുന്ന കാലാവസ്ഥയൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള രോഗവ്യാപനം ഉണ്ടാക്കുന്നു എന്നൊരു വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ 97 പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത് 97 പേരാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും എടുത്തു പറയുന്നത്, പുറമേയുള്ള വെള്ളവും ഭക്ഷണവും കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണമെന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വെസ്റ്റ് നൈൽ പനി അടക്കമുള്ള വലിയ രീതിയിലുള്ള രോഗവ്യാപനം ഉള്ള ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ഇതിനൊക്കെ വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, പ്രധാനമായും മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് താമരശ്ശേരി, കുറ്റ്യാടി, ബാലുശ്ശേരി എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഈ മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുന്നത് എന്നതാണ് കണക്കുകൾ പ്രധാനമായും എടുത്തു പറയുന്നത്. ഇതിൽ കഴിഞ്ഞ മാസങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 2 പേരടക്കം മരിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കരളിനെ ബാധിക്കുന്ന പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ രോഗം ഗുരുതരമായാൽ മരണത്തിന് വരെ കാരണമാകുന്നു എന്നതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രധാനമായും നമുക്കറിയാം, ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെയും പുറത്തു നിന്ന് ഭക്ഷണവും പാനീയങ്ങളും കുടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ശുദ്ധമായ വെള്ളവും മറ്റ് ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കണമെന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു രോഗലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണം എന്നൊരു കാര്യവും പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ തന്നെയും ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പകരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഉയരുന്ന അധിക്ഷേപം എന്ന് പറയുന്നത്, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ശാശ്വതമായി നടന്നിട്ടില്ല എന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെയും നാം വാർത്തകളിലൂടെ നൽകിയ കണക്കനുസരിച്ച് ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ ബാധിച്ച് നിരവധി പേരാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ തന്നെ ചികിത്സ നേടിയിരിക്കുന്നത്. മറ്റ് സ്വകാര്യ ആശുപത്രികളുടെ കണക്കെടുത്താൽ അത് 8000-ലധികം വർദ്ധിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്ത വ്യാപനം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശവുമായാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത്. വിഷ്ണു, ദിസ്ന, എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഇത്തരം സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രം കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ആശുപത്രികളിൽ തന്നെ മരുന്നുക്ഷാമം അല്ലെങ്കിൽ ജീവനക്കാരുടെ കുറവ് അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രം കൂടാതെ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒരു കൃത്യമായൊരു ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇല്ലേ ആരോഗ്യവകുപ്പിന്? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം, ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്തരത്തിൽ അസുഖബാധിതരായി വരുന്നവർക്ക് കിടക്കുവാൻ പോലുമുള്ള സൗകര്യമില്ലാത്ത വാർത്തകൾ നിരവധി തവണ നാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്ന സാഹചര്യവും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ആവശ്യമായ ജീവനക്കാരുടെ കുറവ്, അതോടൊപ്പം തന്നെ ആവശ്യമായ സൗകര്യങ്ങളുടെ കുറവ്, ആവശ്യമായ മരുന്നുകളുടെ കുറവ്, അത്തരത്തിൽ
ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള പ്രശ്നം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് 4 വയസ്സുകാരി കുട്ടിക്ക് സംഭവിച്ച ശസ്ത്രക്രിയയിലൂടെ സംഭവിച്ച ഒരു അബദ്ധമൊക്കെ തന്നെ കേരളമൊട്ടാകെ ചർച്ച ചെയ്തൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള അനാസ്ഥകൾ അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നതും ആരോഗ്യ മേഖലയെ നാണം കെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിലും ജാഗ്രതാ നിർദ്ദേശം മാത്രം പുറപ്പെടുവിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബോധവൽക്കരണം മാത്രമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ ഒന്നും തന്നെ ശാശ്വതമായി നടക്കുന്നില്ല. നമുക്കറിയാം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട്. ഓടകളിലൊക്കെ തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശാശ്വതമായ മാലിന്യ സംസ്കരണം നടക്കാത്ത ഒരു സാഹചര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിൽ കൊതുകുകൾ ഈ മാറി മാറി വരുന്ന കാലാവസ്ഥ, വേനലും മഴയും ഒക്കെ തന്നെയും മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കൊതുകുകളൊക്കെ തന്നെയും പെരുകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെയും ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികളിലേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ അതായത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം എന്ന് മാത്രമാണ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് നടത്തിയിരുന്നത്. എന്നാൽ മഴ വരുന്നു, മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം എന്ന കാര്യം ഒന്നും തന്നെ അവലോകന യോഗങ്ങളിൽ ചർച്ചയായിരുന്നില്ല. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്ത വ്യാപനം ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ ഐസോരന്തി അടക്കമുള്ള പാനീയങ്ങൾ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് താൽക്കാലികമായി മാത്രമാണ് നിരോധിച്ചത്. ഇവയ്ക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയത് താൽക്കാലികമായാണ്. അത്തരത്തിൽ ശുദ്ധമായ വെള്ളത്തിലാണോ ഇത്തരം പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പരിശോധനകൾ ഒന്നും തന്നെ ശാശ്വതമായി നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. മഞ്ഞപ്പിത്ത വ്യാപനത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ 97 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റ് ആശുപത്രിയിലെ മാത്രം കണക്കുകളാണ്. സ്വകാര്യ ആശുപത്രികളിലും മറ്റ് സംവിധാനങ്ങളിലും ചികിത്സ തേടിയവർ ധാരാളമാണ്. വിഷ്ണു, വ്യക്തമാണ്. ദിസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.